Hello everyone, in this video we are going to discuss distance and displacement on one dimension number line. ഒരു നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കതിന് രണ്ട് ദിശയുണ്ടാവും, ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും. വലത്തേക്ക് 1, 2, 3, 4 അങ്ങനെ അടയാളപ്പെടുത്താം. അതേപോലെ ഇടത്തോട്ടും -1, -2, -3 അങ്ങനെ അടയാളപ്പെടുത്താം. ഇതിൽ നമ്മൾ ഒരു ഒറിജിൻ ഉണ്ടാവും. ആ ഒറിജിനിൽ നമ്മളൊരു ചെറുനാരങ്ങ, ചെറിയൊരു നാരങ്ങ നമ്മൾ ഒറിജിനിൽ വെച്ചിട്ടുണ്ട് എന്ന് സങ്കല്പിക്കാം. ഈ നാരങ്ങ ഒറിജിനിൽ നിന്ന് ഒരു 2 യൂണിറ്റ്സ് +2 എന്ന് ഉദ്ദേശിക്കുന്നത് വലത്തേക്ക് 2 യൂണിറ്റ്സ് മാറി. പിന്നെ അത് ഉരുണ്ട് ഇടത്തേക്ക് 3 യൂണിറ്റ്സ്, അതായത് -3 ഇടത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട്. വീണ്ടും ആ സ്ഥാനത്ത് നിന്ന് 1 യൂണിറ്റും കൂടെ അത് ഇടത്തേക്ക് മാറിയിട്ടുണ്ട്. -1 എന്ന് പറഞ്ഞാൽ ഇടത്തേക്ക് 1 യൂണിറ്റും കൂടെ മാറി. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിക്കാം. എന്തായിരുന്നു ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ? ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ പാത്ത് ലെങ്ത്. എൻറ്റയർ പാത്ത് 2, പിന്നെ 2 കഴിഞ്ഞു, പിന്നെ ഒരു 3 അല്ലേ, ഒരു 3 യൂണിറ്റ്സ്, 2 യൂണിറ്റ്സ് പിന്നിട്ടു, പിന്നെ അതൊരു 3 യൂണിറ്റ്സ് പിന്നിട്ടു. ചെറുനാരങ്ങയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2ൻ്റെ കൂടെ നമ്മൾ 3ഉം കൂടെ കൂട്ടണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മൈനസ് എടുക്കേണ്ട ആവശ്യം ഇല്ല. പ്ലസ്സും മൈനസും നമ്മൾ നോക്കേണ്ട, നമ്മൾ ആ സഞ്ചരിച്ച വഴി മാത്രം നോക്കിയാൽ മതി. ആദ്യം 2 യൂണിറ്റ്സ്, പിന്നെ 3 യൂണിറ്റ്സ്. അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതി, നോ ഡയറക്ഷൻ. പിന്നെ നമ്മളത് കൂടാതെ 1 യൂണിറ്റ്സും കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ 3ൻ്റെ കൂടെ 1ഉം കൂടെ കൂട്ടാം. അപ്പോൾ ആകെ എത്ര യൂണിറ്റ്സ് ആയി? 2 + 3 + 1 എത്ര കിട്ടി? 6 യൂണിറ്റ്സ്. ഈ 6 യൂണിറ്റ്സ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആവാം, മീറ്റർ ആവാം. നമ്മൾ എങ്ങനെയാണോ സ്കെയിൽ അടയാളപ്പെടുത്തിയത് അതായിരിക്കും യൂണിറ്റ്സ്. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് വേണം ഓർക്കാൻ. പൊസിഷന് എന്ത് സംഭവിച്ചു, ആദ്യം എവിടെയാണ് നിന്നത്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അതറിയാൻ എക്സ് എന്ന് ഉദ്ദേശിക്കുന്ന എക്സ് ആക്സിസ്, XF എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ, -XI എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷൻ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ നമ്മൾ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ തുടങ്ങിയപ്പോൾ നമ്മൾ എവിടെയാണ് നിന്നത്, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്, -2ലാണ്. അപ്പം -2 -0 എന്ന് പറയുന്നത് ഒറിജിൻ. സോ വാട്ട് ഈസ് ആൻസർ? -2. അപ്പോൾ എന്താണ് ആ -2 എന്നുള്ളത് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. -2 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിന്നിടത്ത് നിന്ന് ഇടത്തോട്ട് 2 യൂണിറ്റ്സ് മാറി. അപ്പോൾ ഇടത്തോട്ട് എന്ന് കാണിക്കാനായിട്ടാണ് മൈനസ്. അഥവാ മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡയറക്ഷൻ. പ്രത്യേകം ഓർക്കണം, -2 എന്തിനുള്ളതാണ്? ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്കിവിടെ ഒരു -2 കിട്ടി. ഈ -2ൽ മൈനസ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഇടത്തോട്ട് അഥവാ ഡയറക്ഷൻ. ഇവിടെ നമുക്ക് 2 ഡയറക്ഷനേ ഉള്ളൂ, ഒന്നുകിൽ വലത്തോട്ട് അല്ല എങ്കിൽ ഇടത്തോട്ട്. അപ്പോൾ മൈനസ് കണ്ടാൽ എന്ത് വിചാരിക്കണം? ഇടത്തോട്ട്. പ്ലസ് കണ്ടാലോ വലത്തോട്ട്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്ന ഒരു വഴി. ഇനി നമ്മൾ അതല്ലാതെയും നമുക്ക് കാണാം. XF - XI എന്ന് കൂടാതെയും നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മുഴുവൻ വാല്യൂസും എടുക്കുക. എല്ലാ വാല്യൂസും 2, 3, 1 തന്നെയാണ് വാല്യൂസ്. പക്ഷെ അത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് സഹിതം ഉപയോഗിക്കാം.
അപ്പം മാഗ്നിറ്റ്യൂഡ് സഹിതം +2 കൂട്ടണം, +2ൻ്റെ കൂട്ടം അടുത്തത് -3 കൂട്ടണം, -1 കൂട്ടണം. എന്ന് വെച്ചാൽ വിത്ത് ഡയറക്ഷൻ നമ്മൾ ഉപയോഗിക്കാം, വിത്ത് ഡയറക്ഷൻ. അപ്പോൾ അവരെല്ലാം കൂടെ നമുക്ക് കൂട്ടുമ്പം എന്ത് കിട്ടും? -2. ഇതും നേരത്തെ വാല്യൂ സെയിം ആണ്. താങ്ക് യു.